إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും വളരെ വ്യക്തമായി താക്കീത് ചെയ്തൊരു വൻപാപമാണ്, അക്ബറുൽ കബായിറിൽപ്പെട്ട വൻപാപമാണ് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ, ഉഖൂഖുൽ വാലിദൈൻ. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വൻപാപമാണ് മാതാപിതാക്കളുടെ അനുസരണക്കേട്. അത് വ്യത്യസ്ത നിലക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് 18 വയസ്സ്, തൻ്റെ മകൾക്കൊരു 18 വയസ്സായാൽ ഉമ്മാക്കും വാപ്പാക്കും ഭയപ്പാടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അത്രയും കാലം നോക്കി വളർത്തിയ ഉമ്മയെയും ഉപ്പയെയും ഒരു നിമിഷം കൊണ്ട് പരിചയപ്പെട്ട ആളുമായി സ്വതന്ത്രമായി പോവാനുള്ള ഒരു അനീതി ഇന്ന് ആളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മാതാപിതാക്കളുടെ ഒരു ഹുഖൂഖാണ്. കാരണം തൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിൽ ചില ആളുകളൊക്കെ ഇറങ്ങിയോടി പോകുന്നത്, ചില പെൺകുട്ടികളൊക്കെ ഇറങ്ങിയോടി പോകുന്നത് ഹറാമിൻ്റെ മാർഗങ്ങളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ കാഫിരീങ്ങളുടെ കൂടെ പോലും പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഉഖൂഖാണ്, ഉഖൂഖുൽ വാലിദൈനിൽ പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു സംഭവമായി നടക്കുന്നത്, അതല്ലാതെ തന്നെ പ്രായമായ ഉമ്മവാപ്പമാരെ സംരക്ഷിക്കാൻ കഴിയാതെ, അവർക്ക് സ്വയം സഞ്ചരിക്കാനും നടക്കാനും ആവാത്ത അവസ്ഥയിൽ നോക്കാൻ കഴിയാതെ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ ഉപേക്ഷിക്കുകയില്ലെങ്കിലും അവരോടുള്ള പെരുമാറ്റം വളരെ മോശമാണ്. ഇന്ന് ആളുകളിൽ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കുറേ ആളുകൾ മക്കളുണ്ടെങ്കിൽ അവർ ടൈം ടേബിൾ ഇടുകയാണ്. ഒരാഴ്ചയോ ഒരു മാസമോ ടൈം ടേബിൾ വെക്കുന്നു. അങ്ങനെ ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ അപ്പം ഫോൺ വിളിക്കുകയാണ്, അടുത്ത ആളെ വേഗം കൊണ്ടുപോകണം, ഒരു മാസമായി എൻ്റെ അടുക്കൽ നിന്ന്. ഇങ്ങനെ ഒരു കളിപ്പാവ പോലെ മാതാപിതാക്കളെ കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ മാതാപിതാക്കളോടുള്ള വലിയ അനീതിയാണ്, വൻപാപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ കുട്ടികളിലൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കാഫറുകളുടെ കൂടെയും അല്ലാതെയും ഹറാമിന്റെ മാർഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിന് ഒന്നാമത്തെ കാരണം അത് രക്ഷിതാക്കൾ തന്നെയാണ്. അതിലൊരു ഭൂരിഭാഗവും അതിന് കാരണക്കാർ അതിൻ്റെ രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ്
ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് കാണാം, എന്തുകൊണ്ടാണ് അവർ സ്വന്തം മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നത് എന്നുള്ളതിൽ അവർ ഒന്നാമതായി പറഞ്ഞൊരു വിഷയമാണ് തർബിയ, മോശമായ വളർത്തൽ. അവരെ വളർത്തുന്ന രീതി ഇസ്ലാമികമല്ലാതിരിക്കുക. ഇസ്ലാമികമല്ലാത്ത രീതിയിൽ നമുക്കറിയാം, ആളുകൾ വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെയൊക്കെ അങ്ങ് പറഞ്ഞയക്കുകയാണ് വിദൂര നാടുകളിലേക്ക്. ഒരു അഡ്രസ്സുമില്ല, ഇസ്ലാമിന്റെ യാതൊരു ചുറ്റുപാടും ഇല്ലാത്ത ക്യാമ്പസുകളിലേക്കൊക്കെ ആളുകൾ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ അവിടെ കണ്ടെത്തുന്ന ആളുകളുമായിട്ട് അവർ പിന്നെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഇതിനൊക്കെ കാരണക്കാർ തുടക്കം കുറിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. ധാരാളം കാരണങ്ങൾ പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി അതിൽ പറഞ്ഞൊരു കാരണം അത്തനാഖുദാണ്. അത്തനാഖുദ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വിശദീകരിച്ചു, വദാലിക ഇദാ കാനൽ വാലിദാനി യുഅല്ലിമാനിൽ ഔലാദ വഹുമാ ലാ യുഅ്മിലാനി ബിമാ യുഅല്ലിമാനി. ചില ആളുകളൊക്കെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ വിടും, പക്ഷെ ആ പഠിച്ച ദീന് അവിടെ മാത്രം പ്രാക്ടീസ് ആക്കുക. മറിച്ച് വീട്ടിൽ വരുമ്പോൾ മറ്റൊരു അന്തരീക്ഷം, ഹറാമിന്റെ അന്തരീക്ഷം. നീ കോളേജിലും പള്ളിയിലും സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നിഖാബും പർദ്ദയും ഒക്കെ ധരിച്ചോ, എന്നാൽ അങ്ങാടികളിലേക്കും ചന്തയിലേക്കും മാർക്കറ്റിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തൽക്കാലം നീ അത് മാറ്റിവെക്ക് എന്ന രീതിയിൽ പഠിപ്പിക്കുന്നത് മക്കളിൽ പ്രാക്ടീസ് ആക്കാത്ത മാതാപിതാക്കൾ, അങ്ങനെയുള്ള ആളുകൾ. എന്നിട്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, ബൽ റുബ്ബമാ യുഅ്മിലാനി നഖീദ ദാലിക്. ചിലപ്പോൾ അവർ മക്കളെ കൊണ്ട് ചെയ്യിക്കുക പഠിച്ചതിന് നേരെ എതിരായിരിക്കും. ഈ പറഞ്ഞ പോലെ അവർ പഠിച്ച കാര്യങ്ങൾ പകർത്താനുള്ള അവസരം കൊടുക്കാതെ നേരെ എതിർ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഫഹാദൽ അംറു മദഅത്തുൽ ലിത്തമർറുദി വൽഉഖൂഖ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മദഅത്തുൽ ലിത്തമർറുദി വൽഉഖൂഖ്, മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കാനുള്ള ഒരു സബബാണ്, കാരണമാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. ഏതായാലും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇടയ്ക്കിടെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രതിഫലം എന്തൊക്കെയാണ്, അത് എത്രത്തോളം ഗൗരവമായിട്ടാണ് സലഫുകളൊക്കെ മനസ്സിലാക്കിയത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹം പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി, അതിനു പുറമെ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഗ്രന്ഥമാണ് അൽ അദബുൽ മുഫ്രദ്. ആ കിതാബിൽ ധാരാളം അദബുകളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആ അദബുകളുമായി ബന്ധപ്പെട്ട ഹദീസ് ആ കിതാബിൽ ആദ്യമായി അദ്ദേഹം തുടങ്ങുന്നത് മാതാപിതാക്കളോടുള്ള അദബുകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഇനം ബാബുകളായിട്ടാണ്. അദ്ദേഹത്തിന്റെ കിതാബ് തന്നെ അദ്ദേഹം ആരംഭിക്കുന്നത് മാതാപിതാക്കളോടുള്ള കടമകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ബാബുകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇതൊരു ഉണർത്തലിനു വേണ്ടി, നമ്മൾ മാതാപിതാക്കളോട് എത്രത്തോളം അടുക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം എന്ന് വിചാരണ ചെയ്യാൻ വേണ്ടി, ആ ഉണർത്തുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മഹുല്ല കൊടുത്തിട്ടുള്ളതനുസരിച്ചാണ് ഇന്ന് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവോടുള്ള കടമ, അല്ലാഹു ആരാധിക്കണമെന്ന കടമ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതിന് തൊട്ടടുത്ത് തന്നെ അല്ലാഹു ചേർത്തി പറയുന്ന വിഷയമാണ്. ഖുർആൻ എടുത്തു നോക്കിയ പല സ്ഥലങ്ങളിലും വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ കാണിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കടമയോട് ചേർത്തിക്കൊണ്ട് പറഞ്ഞ സ്ഥലങ്ങൾ ധാരാളം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവെ ഇബാദത്ത് ചെയ്യുക, അവനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. എന്നിട്ട് അല്ലാഹു ചേർത്തി പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം, നന്മ കാണിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ധാരാളം ആയത്തുകളുണ്ട്, നിങ്ങൾ കേട്ടതായിരിക്കും. എന്താണ് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞ ഭാഷാ പണ്ഡിതന്മാർ ഫുഖഹാക്കളൊക്കെ അതിന് കൊടുത്തൊരു നിർവചനം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞ അൽ ഇഹ്സാനു ഇലൈഹിമ, മാതാപിതാക്കളേക്ക് ഇഹ്സാൻ ചെയ്യുക എന്ന് പറഞ്ഞ ബിൽ ഖൽബി വൽ ഖൗലി വൽ ഫിഅലി തഖർറുബൻ ലില്ലാഹി തആല, മാതാപിതാക്കൾക്ക് ഖൽബ് കൊണ്ട് ഇഹ്സാൻ കാണിക്കുക. അതെങ്ങനെ? അവരെ ഇഷ്ടപ്പെടുക, അവരെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഖൗല് കൊണ്ട് നല്ലത് പറയുക, അവരെ സന്തോഷിപ്പിക്കുക. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതെല്ലാം തന്നെ അള്ളാഹുവിനോടുള്ള
തഖറുബ്, ഒരു അടുപ്പം ആഗ്രഹിച്ചുകൊണ്ടാണ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഈ നിലക്കാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ തുടക്കത്തിൽ അദ്ദേഹം ഒരു ബാബ് കൊടുത്തത് കാണാം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. ഖുർആനിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നാം മനുഷ്യന് വസിയത്ത് ചെയ്തിരിക്കുന്നു ബിവാലിദൈഹി ഹുസ്നാ, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം, അവർക്ക് നല്ല നിലയിൽ അവരോട് ഇടപഴകണമെന്ന് നാം മനുഷ്യരോട് ഉപദേശിച്ചിരിക്കുന്നു. എന്നിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മാതാപിതാക്കളോടുള്ള ഗൗരവവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന ഹദീസ് കാണാം. അബൂ അംർ ശൈബാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഹദ്ദസനാ സാഹിബു ഹാദിഹി ദാർ, ഈ വീടിന്റെ ആള് സാഹിബ് എന്നോട് പറഞ്ഞു, വഅൗമഅ ബിയദിഹി ഇലാ ദാരി അബ്ദില്ലാഹ്, അങ്ങനെ ഈ വീടിന്റെ ആള് എന്നോട് പറഞ്ഞു തന്നെന്ന് പറയുമ്പോ അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് നേരെ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ വ്യക്തി അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണ് റസൂലേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരം അതിന്റെ വഖ്തിന് നിർവഹിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മ ബിർറുൽ വാലിദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഖുൽതു സുമ്മ അയ്യുൻ, പിന്നെ ഏതാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അപ്പൊ നോക്കിക്കേ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻതൂക്കം നൽകിയത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാൻ സാധിക്കും, ഉമ്മയുടെയും ഉപ്പയുടെയും ഇതിന് അനുവാദമുണ്ടെങ്കിൽ മാത്രമേ ജിഹാദിന് പോവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അവർ മുസ്ലിമായ അഥവാ ഇസ്ലാമിനെതിരല്ലാത്ത ഒരു മാതാപിതാക്കളാണെങ്കിൽ അവരുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ ജിഹാദിന് പോവാൻ പാടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജിഹാദിന്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകണമെങ്കിൽ ഉമ്മാവുടെയും ഉപ്പയുടെയും അവരുടെ അനുവാദം കിട്ടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഖൗമിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? എത്ര പെൺകുട്ടികളാണ് ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീരൊഴുക്കിക്കൊണ്ട് കാഫിരീങ്ങളുടെയും പല ശൈത്താന്മാരുടെ കൂടെയും അവർ ഒളിച്ചോടുകയാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് സംഭവിക്കുന്നത് ഒന്നുകിൽ രക്ഷിതാക്കൾ അവർക്ക് മാതാപിതാക്കളോട് ഇടപഴകേണ്ടതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ഒന്നുകിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഗൗരവം മാതാപിതാക്കൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദ്ദസനി ബിഹിന്ന, ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തന്നു. വലവിസ്തസത്തുഹു ലസാദനി, ഞാൻ ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യേണ്ട ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ആ ആയത്തിന്റെ തലക്കെട്ടിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇനി അദ്ദേഹം ഉമ്മയോട് പ്രത്യേകം പുണ്യം കാണിക്കേണ്ട അതിന്റെ ഗൗരവം, അതിന്റെ സ്ഥാനം, വാപ്പയോട് പ്രത്യേകം വാപ്പയോട് കാണിക്കേണ്ട ബിർറ്, പുണ്യം എന്നിങ്ങനെ പ്രത്യേകം ബാബുകളെ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അതിൽ ആദ്യം കൊടുക്കുന്നത് ഉമ്മയോടാണ്. കാരണം ഉപ്പയേക്കാളും സ്ഥാനം, സ്നേഹം ഉമ്മയോടാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം. ബഹ്സ് ഇബ്നു ഹകീം റഹ്മഹുല്ലാഹ് പറയുകയാണ്, അൻ അബീഹി, തന്റെ വാപ്പയിൽ നിന്ന്, അൻ ജദ്ദി, അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിന്റെ വല്യാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖുൽതു, അദ്ദേഹത്തിന്റെ വല്യാപ്പ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അബറു, ആരോടാണ് ഞാൻ ഏറ്റവും അധികം പുണ്യം കാണിക്കേണ്ടത്? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മക്ക്, നിന്റെ ഉമ്മയോടാണ്. ഖുൽതു മൻ അബർ, പിന്നെ ഞാൻ ചോദിച്ചല്ല നബി, ഏറ്റവും കൂടുതൽ ഞാൻ പുണ്യം കാണിക്കേണ്ടത് ആരോടാണ്? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മക്ക്,
മൂന്നാമതും ചോദിച്ചപ്പോഴും ഉമ്മക്ക് എന്ന് പറഞ്ഞു. നാലാമത് ചോദിച്ചപ്പോഴാണ് അബാഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. സുമ്മൽ അഖ്റബ് ഫൽ അഖ്റബ്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അടുത്തവർ, പിന്നെ ഏറ്റവും അടുത്തവർ എന്നിങ്ങനെ പോകും. അപ്പൊ അവിടെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, വാപ്പയെക്കാളും പുണ്യം കാണിക്കേണ്ടത് ഉമ്മയോടാണ്. അത് വാപ്പമാർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. വാപ്പയെക്കാളും ഏറ്റവും അബർ കാണിക്കേണ്ടത്, പുണ്യം കാണിക്കേണ്ടത് അത് ഉമ്മയോടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് മനസ്സിലാക്കിയ സഹാബാക്കൾ ഉമ്മയോട് പുണ്യം കാണിക്കുക എന്നുള്ളത് എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ്, ഒരു സംഭവം ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് എടുത്തു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അന്നഹു അതാഹു റജുലുൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നി ഖതബ്തു ഇംറഅതൻ, ഞാനൊരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു. അപ്പോൾ ഫഅബത് അൻ തൻകിഹനി, അവൾ എന്നെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. വഖതബഹാ ഗൈരി, ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം അന്വേഷിച്ചു. അപ്പോഴോ ഫഅഹബ്ബത് അൻ തൻകിഹഹു, ആ മനുഷ്യനെ വിവാഹം കഴിക്കാൻ ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു. അപ്പോ ഫഖിർതു അലൈഹ, ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ലല്ലോ, മറ്റൊരാൾ അവളെ വിവാഹം അന്വേഷിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. ഫഖിർതു അലൈഹ, അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഫഖതൽതുഹാ, ഞാൻ അവളെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന കാര്യം എന്താ? ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ ഖാല, മനുഷ്യൻ പറഞ്ഞു, ലാ, ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജല്ല, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ. വതഖറബ് ഇലൈഹി മസ്തതഅത, നിനക്ക് സാധിക്കുന്നത്ര അമലുകൾ ചെയ്തുകൊണ്ട് നിന്റെ പാപങ്ങൾ ചെയ്തു പോയ പാപത്തെ നീ മറച്ചു കളഞ്ഞോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. ഈ സംഭവം കേട്ട അതാ ഇബ്നു യസാർ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫദഹബ്തു, ഇത് കേട്ടപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് പോയി. ഫസഅൽതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, ലിമ സഅൽതഹു അൻ ഹയാതി ഉമ്മി, അദ്ദേഹം നിങ്ങളോട് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്തിനാ നിങ്ങൾ ചോദിച്ചത്? അതെനിക്ക് മനസ്സിലായില്ല, എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിച്ചതും ചോദിച്ചു. ഫഖാല, അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, സ്വന്തം ഉമ്മക്ക് പുണ്യം ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു അമലും എനിക്കറിയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് തൗബ ചെയ്ത് ഉമ്മാക്ക്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മാക്ക് നീ നന്മ ചെയ്ത പാപങ്ങൾ വേഗം മറച്ചു കളഞ്ഞോ എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തോ, കഴിയുന്ന അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് നീ തഖറുബ്, അടുപ്പം സിദ്ധിച്ചോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, അദ്ദേഹം ഉമ്മയോട് പുണ്യം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു അമലാണ് എന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. രണ്ടാമതായി ഇനി അദ്ദേഹം കൊടുക്കുന്ന അധ്യായം വാപ്പയോടുള്ള പുണ്യം കാണിക്കലാണ്. അത് നമ്മൾ സൂചിപ്പിച്ചു, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് കൊടുത്ത മറുപടിയിൽ ഉമ്മയോടെന്നാണ്, 4ാമതാണ് വാപ്പയോടെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വാപ്പയോടും പുണ്യം കാണിക്കണമെന്ന് ആ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഹദീസ് അധ്യായത്തിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇനി മാതാപിതാക്കളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ അവരോട് മൃദുലമായി നല്ല നിലക്ക് സംസാരിക്കുക എന്നുള്ളത്. അതും വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ബാബു ലീനിൽ കലാമിൽ വാലിദൈ, തന്റെ മാതാപിതാക്കളോട് വളരെ മൃദുലമായി നല്ല സൗമ്യതയോടുകൂടി സംസാരിക്കുക എന്നുള്ള അധ്യായത്തിൽ അതിന്റെ ശ്രേഷ്ഠതയിൽ അദ്ദേഹം എടുത്തു കൊടുക്കുന്ന ഒരു സംഭവം കാണാം. അൻ തൊയ്സലത ബിൻ മയ്യാസ് റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഖാല കുൻതു മഅൻ നജദാത്ത്. നജദാത്ത് എന്ന് പറഞ്ഞ
നജ്ദ് ഇബ്നു ആമിർ എന്നൊരു ഖവാരിജി നേതാവ് ഉണ്ടായിരുന്നു. ഖവാരിജിയാക്കൽ ബിദഅത്തിന്റെ കക്ഷികൾ വൻപാവങ്ങൾ ചെയ്താൽ കാഫിറായി പോകും. പല സഹാബാക്കളെയും വധിച്ചിട്ടുള്ള, സഹാബാക്കളെ കാഫിറാക്കുന്ന ഖവാരിജുകളുടെ നേതാവായ നജ്ദ് ഇബ്നു ആമിർ, അദ്ദേഹത്തിന്റെ അനുയായികളാണ് അൻ-നജദാത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഖവാരിജിന്റെ കൂട്ടത്തിലായിരുന്നു, അവരുടെ കൂട്ടത്തിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാ, ഫസബ്തു ദുനൂബൻ, അവരുടെ കൂട്ടത്തിൽ ഞാൻ പല തിന്മകളും കണ്ടിട്ടുണ്ട്. ലാ അറാഹ ഇല്ലാ മിനൽ കബായിർ, ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ വൻപാവമായിട്ടാണ്, അതെല്ലാം വൻപാവമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അങ്ങനെ ഫദക്കർതു ദാലിക ലിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കാര്യം ഞാൻ ഉണർത്തി. അപ്പോ ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാഹിയ, എന്താണ് ആ സംഭവം? ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, കദാ വ കദാ, ഇന്ന തെറ്റുകളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അല്ലാഹു അല ഹദീസിലില്ല. അപ്പൊ ഖാല, അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസത് ഹാദിഹി മിനൽ കബായിർ, ഇതല്ല വൻപാപങ്ങളിൽപ്പെട്ടത്. ഹുന്ന തിസ്അ, എന്നിട്ട് വൻപാപം ഇന്നതാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അത് 9 എണ്ണമാണ്. 9 എണ്ണം മാത്രമല്ല, അത് അവിടെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ധാരാളക്കണക്കിന് 200-ലധികം വൻപാപങ്ങൾ എണ്ണിയിട്ടുള്ള പല കിതാബുകളും ഇന്ന് ലോകത്തുണ്ട്. പല ഉലമാക്കളും അതിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു 9 എണ്ണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. വഖത്ല നസമത്തിൻ, ഒരു മനുഷ്യനെ വധിക്കൽ. വൽ ഫിറാറു മിന സഹഫ്, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടൽ. വഖദ്ഫുൽ മുഹ്സന, നല്ല സ്വാലിഹത്തായ സ്ത്രീയെ പറ്റി വ്യഭിചാരോപണം പറയൽ. വഅഖ്ലു റിബ, പലിശ ഭുജിക്കൽ. വഅഖ്ലു മാലിൽ യതീം, അനാഥയുടെ സ്വത്ത് അന്യായമായി ഭക്ഷിക്കൽ. വഇൽഹാദ് ഫിൽ മസ്ജിദ്, മസ്ജിദുൽ ഹറമിൽ കുഴപ്പമുണ്ടാക്കൽ. വല്ലദി യസ്തസ്ഖിറു, ഒരു നുസ്ഖയിൽ യസ്തസ്ഖിറു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ചില പണ്ഡിതന്മാർക്ക് ഏറ്റവും അസഹായി പറഞ്ഞത് വല്ലദി യസ്തസ്ഖിറു, സിഹിർ ചെയ്യാൻ വേണ്ടി മറ്റുള്ള ആളുകളോട് ആവശ്യപ്പെടൽ, അല്ലെങ്കിൽ പഠിക്കാൻ ആവശ്യപ്പെടൽ. ഇങ്ങനെയുള്ള പണികളൊക്കെ വൻപാപങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വബുകാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, വൻപാപങ്ങളെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. മക്കൾ ചെയ്യുന്ന കാരണത്താൽ, അവർ ചെയ്യുന്ന അനുസരണക്കേടിനാൽ മാതാപിതാക്കൾ കരയുക എന്നുള്ളത് വൻപാപമാണ്. കരയുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, കണ്ണുനീരൊഴുകണമെന്നില്ല, അവർ വിഷമിക്കുക പോലും ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്കൊരു വിഷമം സംഭവിക്കുക, അവർ കരയുക എന്നുള്ളത് അത് വൻപാപമായി അദ്ദേഹം എണ്ണിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അതഫ്റഖു മിനന്നാർ, നീ നരകത്തെ ഭയപ്പെടുന്നുണ്ടോ? വതുഹിബ്ബു അൻ തദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഫഖുൽതു ഈ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അതെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദുക, നിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? അവിടെ നിന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻദി ഉമ്മി, ഇല്ല, വാപ്പ മരിച്ചുപോയി, എന്റെ അടുക്കൽ ഉമ്മയാണുള്ളത്. അപ്പൊ ഖാല, അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ അലൻത ലഹൽ കലാമ, അതാണ് ഇമാം ബുഖാരി ആ മാതാപിതാക്കളോട് മൃദുലമായി സംസാരിക്കുക, ലോലമായി സംസാരിക്കുക എന്നുള്ളതിന്റെ അധ്യായത്തിൽ അദ്ദേഹം കൊണ്ടുവരാൻ കാരണം, ലൗ അലൻത ലഹൽ കലാമ, നിന്റെ ഉമ്മയോട് നീ മൃദുലമായി വളരെ സൗമ്യതയോടുകൂടി നീ സംസാരിക്കുകയാണെങ്കിൽ, നിന്റെ ഉമ്മാക്ക് നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നീ വൻപാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാലത്തോളം തീർച്ചയായും നീ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇത് ഉമ്മയോട് വളരെ സൗമ്യതയോടുകൂടി സംസാരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒരു ഗുണമാണ് സ്വർഗം. അത്രയും ഗൗരവമുള്ള പുണ്യമുള്ള കാര്യമാണ് മാതാവിനോട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവരോട് സൗമ്യമായി സംസാരിക്കുക എന്നുള്ളത്. മറ്റൊരു സംഭവം കാണാൻ ഇനി ചില ആളുകളൊക്കെ വിചാരിക്കുന്നത്, എൻ്റെ ഉമ്മ എന്നെയൊക്കെ വളർത്തിയത് ചെറിയ വീട്ടിലാണ്, അല്ല ഓലപ്പുരയിലാണ്. അതൊക്കെ ഇപ്പൊ ഞാൻ ആ ഉമ്മയെ വലിയ AC ഉള്ള വീടുകളിലാക്കിയല്ലോ, അപ്പൊ ഉമ്മ എന്നെ നോക്കി വളർത്തിയതിനേക്കാളും അധികമായി ഇപ്പൊ ഞാൻ എൻ്റെ ഉമ്മയെ നോക്കുന്നില്ലേ എന്ന് ചില ആളുകൾക്ക് തോന്നിപ്പോകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മെ നോക്കി വളർത്തിയ വാപ്പ ഉമ്മയുടെ സ്ഥാനത്തേക്ക് നമ്മൾ എത്ര വരെ പിന്നീട് നോക്കിയാലും അവിടേക്ക് എത്തുകയില്ല. അതിനെക്കുറിച്ച്
ഇമാം ബുഖാരി റഹ്മഹുല്ല ഒരു അധ്യായം തന്നെ കൊടുക്കുന്നത് കാണാം. ഒരു ബാബ് ജസാഉൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യൽ. അതിൽ അദ്ദേഹം ഉപ്പയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്സി വലദുൻ വാലിദഹു, ഒരു കുട്ടിയും തന്റെ വാപ്പാക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ട് വാപ്പ ചെയ്ത ഗുണത്തിന് ഒരിക്കലും അത് എത്തുകയില്ല, പ്രത്യുപകാരമാവുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എത്ര വാപ്പാനെ പിന്നീട് നോക്കി വളർത്തി എന്ത് വാങ്ങിക്കൊടുത്താലും ആ വാപ്പ നമുക്ക് ചെയ്തതിന് പകരമാവുകയില്ല. എന്നിട്ട് വിദൂരമായ ഒരു സംഭവം, പകരമാകുന്ന ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇല്ലാ അൻ തജിദഹു മംലൂക, എങ്ങനെയല്ലെങ്കിൽ ഇല്ലാ അൻ യജിദഹു മംലൂക, ആ കുട്ടി തന്റെ വാപ്പായെ ഒരു അടിമയായിട്ട് കാണണം. എവിടെങ്കിലും സ്വന്തം വാപ്പ അടിമയായിട്ട് കഴിയുന്നുണ്ട്, അങ്ങനെ ഫയസ്തരിയഹു, എന്നിട്ട് ആ വാപ്പാനെ മോചന മൂല്യം കൊടുത്ത് വാങ്ങി ഫയുഅ്തിഖഹു, അദ്ദേഹത്തെ മോചിപ്പിച്ചാലല്ലാതെ, അങ്ങനെ ചെയ്താൽ പകരമാകും എന്നൊരു വിദൂര സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമ്മളൊന്നും അതല്ലാതെ നമ്മൾ എത്ര വാപ്പയെ നോക്കി വസ്ത്രം വാങ്ങിക്കൊടുത്തു, നല്ല വീടുണ്ടാക്കി കൊടുത്താലും വാപ്പ നമുക്ക് നൽകിയ ഉപകാരത്തിന്, നമ്മെ നോക്കി വളർത്തിയതിന് അതിനൊരു പ്രത്യുപകാരമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി ഉമ്മയുമായി ബന്ധപ്പെട്ടൊരു സംഭവം, ഒരു ഹദീസ് അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. അൻ അബീ ബുർദത റളിയല്ലാഹു അൻഹു സമിഅതു അബീ യുഹദ്ദിസ്, അദ്ദേഹം പറയുകയാണ്, അബീ ബുർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എന്റെ വാപ്പ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്റെ വാപ്പ ഷഹിദ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഹാജരായി. അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ഹാജരായപ്പോ വറജുലുൻ യമാനിയുൻ യതൂഫു ബിൽ ബൈത്ത്, അവിടെ ഒരു യമൻകാരനായ ഒരു മനുഷ്യൻ ആ കഅബയെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹമല ഉമ്മഹു വറാഅ ളഹ്രി, ആ മനുഷ്യൻ സ്വന്തം ഉമ്മയെ മുതുകിൽ ഇങ്ങനെ വഹിച്ചുകൊണ്ട് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഖൂലു, അദ്ദേഹം ഇങ്ങനെ പാടുന്നുണ്ട്, ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു ഇൻ ഉദ്ഇറത് റികാബുഹാ വലം ഉദ്ഇർ. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ, ഇന്നി ലഹാ, തീർച്ചയായും ഞാൻ അവൾക്ക്, അഥവാ എന്റെ ഉമ്മാക്ക്, ബഈറുഹൽ മുദല്ലലു, കീഴ്പ്പെടുത്തപ്പെട്ട അവളുടെ ഒരു ഒട്ടകമാണ് ഞാൻ, അവരുടെ വാഹനമാണ് ഞാൻ. അദ്ദേഹം പറയുകയാണ്, ഉമ്മാനെ വഹിച്ചാണല്ലോ പോകുന്നത്, അപ്പോ അവൾക്ക് കീഴ്പ്പെടുത്തപ്പെട്ട അവളുടെ ഒട്ടകമാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇൻ ഉദ്ഇറത് റികാബുഹാ, അവളുടെ മൃഗം അവളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും വലം ഉഅ്സിർ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഭയപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ആ ഉമ്മാനെ മകൻ ഇങ്ങനെ മുതുകിൽ വഹിക്കുകയാണല്ലോ, അത് കാണുമ്പോൾ ഉമ്മാക്കൊരു വിഷമമുണ്ട്, പക്ഷെ എനിക്കതിലൊരു വിഷമവുമില്ല. ഉമ്മാനെ ഞാൻ ചുമന്നുകൊണ്ട് കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി ചോദിച്ചു, സുമ്മ ഖാല യാ ഇബ്നു ഉമർ, ഇബ്നു ഉമറേ, അതുറാനി ജസൈതുഹ അതുറാനി, എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഞാൻ എൻ്റെ ഉമ്മായെ മുതുകിൽ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്തല്ലോ, അപ്പോ എന്താണ് നിനക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? ജസൈതുഹ, എന്റെ ഉമ്മ എന്നെ നോക്കിയതിന് പ്രതിഫലമായോ, പകരമായോ എന്ന് ചോദിച്ചപ്പോ ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താ, ലാ വലാ ബിസഫ്റത്തിൻ വാഹിദ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് സഹിച്ച ഒരു നെടുവീർപ്പിന് പോലും പകരമായിട്ടില്ല. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോ സഹിച്ച ഒരു നെടുവീർപ്പിന് പകരം പോലും ഇതായിട്ടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ ഗൗരവമുള്ള ഒരു കാര്യമുണ്ടായിട്ടും ആളുകൾ ഉമ്മയോടും വാപ്പയോടും അനുസരണക്കേടും, ഉമ്മയെയും വാപ്പയെയും വിട്ടേച്ച് കണ്ട ഫാസിഖീങ്ങളുടെ കൂടെ പോകാൻ തയ്യാറാകുന്ന ഒരു ഖൗമ്, അവർ എത്ര ജാഹിലീങ്ങളാണ്. അതുകൊണ്ട് ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഹദീസുകളെല്ലാം ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല സ്വഹീഹാക്കിയിട്ടുള്ള ഹദീസുകളാണ് ഈ പറഞ്ഞതൊക്കെ, അദ്ദേഹം ആദ്യത്തിൽ കൊടുത്ത ഹദീസുകളാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യൽ കൊണ്ട് തന്നെ നമുക്ക് ധാരാളം പുണ്യങ്ങളും സ്വർഗം ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായമായ ഉമ്മയും വാപ്പ ഉണ്ടായിട്ടും സ്വർഗത്തിൽ പോകാൻ കഴിയാത്തവന്
അതിന് വലിയ നിർഭാഗ്യവാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഗൗരവം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊക്കെ വീഴ്ച പറ്റുന്നവരായിരിക്കാം. നമ്മുടെ ഉമ്മമാരോടും ഉപ്പമാരോടും ഈ നിലക്ക് നമ്മൾ പെരുമാറി ഈ പുണ്യൊക്കെ നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. നമ്മൾ സൂചിപ്പിച്ചത് മാതാപിതാക്കൾക്ക് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് എടുത്തു കൊടുക്കുന്നത് കാണാം. ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യുബായിഉഹു അലൽ ഹിജ്റ. നബിന്റെ കൂടെ ഹിജ്റ പോവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വന്ന അവസ്ഥ എങ്ങനെയാണ്? വതറക അബവൈഹി യബ്കിയാൻ. അവന്റെ മാതാപിതാക്കളെ കരയിപ്പിച്ചുകൊണ്ടാണ്. അവർ കരയുകയാണ്, അവർക്ക് താല്പര്യമില്ല. ആ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ വരുന്നത്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇർജിഅ ഇലൈഹിമാ, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങി പോവുക. വഅദ്ഹിഖ്ഹുമാ, അവരെ രണ്ടുപേരെ നീ ചിരിപ്പിക്കുക. കമാ അബ്കൈതഹുമാ, നീ അവരെ കരയിപ്പിച്ചതുപോലെ നീ അവരെ വഅദ്ഹിഖ്തഹുമാ, നീ അവരെ എന്ത് ചെയ്യണം? ചിരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് അവനെ പറഞ്ഞയക്കുകയാണ്. അപ്പൊ ഇവിടൊക്കെ മാതാപിതാക്കൾക്കുള്ള സ്ഥാനം വളരെ വിലപ്പെട്ടതുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ധാരാളം ഹദീസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ മാതാപിതാക്കളോട് ധിക്കാരം ആളുകളിൽ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവം, അപകടങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ച നമുക്ക് മാതാപിതാക്കളെ പുണ്യം ചെയ്താൽ കിട്ടുന്ന ആ പ്രതിഫലങ്ങൾ, അതിലൊരു ആഗ്രഹം ജനിപ്പിക്കൽ മാത്രമുള്ള ചില ഹദീസുകളാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. മക്കളെ തർബീയത്തിൽ നമ്മൾ വളർത്തണം. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മൾ സ്വന്തം മക്കളുടെ മുമ്പിൽ നമ്മുടെ ഉപ്പ ഉമ്മമാരോട് അനീതി കാണിച്ചാൽ അത് കണ്ടുപഠിച്ച് കുട്ടികൾ വളർന്ന് നമുക്കും അതേ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഉമ്മയോടും ഉപ്പയോടും നമുക്ക് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ, ആ സ്വർഗം, അത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആലയോട് അതിനുവേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി ഇതുപോലെ നമ്മൾ സൂചിപ്പിക്കാൻ പ്രത്യേകം ഉണർത്താനുള്ള ഒരു കാര്യം, നമുക്കറിയാം അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് നമ്മൾ ദുൽഹിജ്ജ മാസത്തിലാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ കേട്ടവരായിരിക്കും. എന്നാലും അതൊന്ന് ഉണർത്തലിന് വേണ്ടി ഒന്ന് രണ്ട് ഹദീസുകൾ സൂചിപ്പിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യുന്ന അമലുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിച്ചത് കാണാം. അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമുള്ള അമലുകളാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനേക്കാളും കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസം മാമിൻ അയ്യാമിൻ, ഒരു ദിവസവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം വരും, അപ്പോൾ റമദാനിലെ അവസാനത്തെ 10 ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹദീസുകളൊക്കെ ജംഅ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, രാത്രി, പുണ്യമുള്ള രാത്രികൾ എന്ന് പറയുമ്പോൾ അത് റമദാനിലെ അവസാനത്തെ 10 എന്നാ പുണ്യമുള്ള പകൽ എന്ന് പറയുമ്പോൾ അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10. അപ്പൊ കാര്യം എളുപ്പമാണ്. അത് പണ്ഡിതന്മാർ ജംഅ ചെയ്ത കാര്യമാണ്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക, തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. ദുൽഹിജ്ജ മാസത്തിന്റെ മാസം കണ്ടത് മുതൽ അയ്യാമു തശ്രീഖിന്റെ ദുൽഹിജ്ജ 13ന്റെ സൂര്യാസ്തമയം വരെ പ്രത്യേക ഒരു കൈദില്ലാതെ നമുക്ക് എപ്പോഴും തക്ബീറുകൾ ചെയ്യാം. തക്ബീറുൽ മുത്ലഖ് എന്ന് പറയും. അപ്പൊ എപ്പോഴും നമുക്ക് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കാം. അങ്ങനെ അമലുകൾ നമ്മൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുൽഹിജ്ജ മാസം പ്രവേശിച്ചത് കൊണ്ട് തന്നെ അറവ് ഉദ്ദേശിച്ച ആളുകൾ, ആ ആളുകൾ അവരുടെ നഖവും മുടിയും നീക്കം ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
അത് കരുതി തന്റെ കുടുംബാംഗങ്ങളും ബാക്കിയുള്ള ആളുകളും അവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അറക്കുന്ന വ്യക്തി, ആ ആളുകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. അപ്പോൾ അവർ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിന്റെ ഫദ്ല് അത് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ അമലുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്കിന്റെ ആളുകളായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.